നമ്മൾ നെഞ്ചിലേറ്റുന്ന മാവേലി സത്യത്തിൽ ഭരിച്ചത് കേരളമേ അല്ലെന്നറിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രഹ്ലാദിന്റെ കൊച്ചുമകനായ ബലി രാജാവ് സ്വന്തം പ്രജകൾക്കായി എല്ലാം ബലി അർപ്പിച്ചപ്പോഴാണ് നമ്മൾ മഹാബലി എന്ന് വിളിച്ചത്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇന്നും അദ്ദേഹം ഒരു അസുരൻ മാത്രമാണ്. അങ്ങനെയെങ്കിൽ മാവേലി എങ്ങനെ കേരളത്തിന്റെ സ്വന്തമായി? ഭാഗവത പ്രകാരം മഹാബലി ഭരിച്ചത് ഇന്ന് കാണുന്ന കേരളമല്ല, ഭാരതമടങ്ങുന്ന ജംബുദ്വീപാണ്. അദ്ദേഹം അശ്വമേധ യാഗം നടത്തിയത് ഗുജറാത്തിലെ നർമ്മദാ തീരത്തായിരുന്നു. അസുരകുലത്തിലാണെങ്കിലും നീതിമാനായിരുന്ന മാവേലിയുടെ പ്രശസ്തിയിൽ അസൂയമൂത്ത ദേവന്മാർക്കായി വിഷ്ണു വാമനനായെത്തി. 3 അടി മണ്ണ് ചോദിച്ച് തനിക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ച ആ നല്ലവനായ രാജാവിനെ വാമനൻ പാതാളത്തിലേക്ക് തള്ളിവിട്ടു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കഥ തമിഴകത്ത് എത്തിയപ്പോൾ അവിടുത്തെ ചിങ്ങമാസത്തിലെ കൊയ്ത്തുത്സവത്തിലേക്ക് ജനങ്ങൾ മാവേലിയുടെ ഓർമ്മകളെ ഇഴചേർത്തു. ജാതിയോ വംശമോ നോക്കാതെ ആ നല്ലവനായ രാജാവിനെ അവർ സ്വീകരിച്ചു. പിൽക്കാലത്ത് തമിഴ്നാട് പൊങ്കലിലേക്ക് മാറുകയും വടക്കേ ഇന്ത്യ ദീപാവലി നാളിൽ അസുരനെ തളച്ച വാമനന്റെ വിജയം ബലിപ്രതിപത ആഘോഷിക്കുകയും ചെയ്തപ്പോൾ ലോകം മുഴുവൻ ഒരു അസുരനായി മാറ്റി നിർത്തിയപ്പോഴും തങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ച രാജാവിനെ നെഞ്ചിലേറ്റി അത്തിയൊരുക്കി കാത്തിരിക്കാൻ മലയാളി കാണിച്ച ആ മനസ്സാണ് ഓണത്തെ കേരളത്തിന്റെ മാത്രം സ്വന്തം സാംസ്കാരിക കൂട്ടായ്മയാക്കി മാറ്റിയത്.